അടിയന്തരാവസ്ഥ കാലം 50-ാം വാർഷികം വളരെ വിപുലമായിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും അത് ഓർമ്മ ദിവസമായിട്ട് കൊണ്ടാടുക തന്നെ ചെയ്തു. കൊണ്ടാടുക എന്ന് ഞാൻ പറഞ്ഞത് അതെ 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 അതുകൊണ്ടല്ല, കാരണം ഇതുവരെ ഇല്ലാത്ത ഒരു വല്ലാത്ത പ്രതീതിയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അതിൽ തോന്നി, ജയറാം രമേശ് പറഞ്ഞൊരു കാര്യമാണ്, ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഇല്ലെങ്കിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളൊരു കോട്ട്സ് ആണ് എനിക്ക് തോന്നുന്നത്. ഈ അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കിൽ സാറിന് എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് രഞ്ജനിക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ സംസാരിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം ഒരു പ്രശ്നവുമില്ല. മോദിക്കെതിരെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, BJPക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു തടസ്സവുമില്ല. ആകപ്പാടെ ഒരു ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുള്ള ജിഹാദികളിൽ നിന്നാണ്. എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ പറയുമ്പോൾ, അവരുടേത് അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയുമ്പോൾ, എനിക്ക് ഭീഷണിയുള്ളത് ഒരു പക്ഷേ മരിക്കാൻ ഭാഗ്യമുള്ളത് ജിഹാദികളുടെ കയ്യിൽ നിന്ന് മാത്രം. വേറെ ഒരു ആളിൽ നിന്നും ഒരു ഭീഷണി, കേരളത്തിൻ്റെ പോലീസിൽ നിന്ന് പോലും ഭീഷണി ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ചില മാധ്യമ പ്രവർത്തകർ ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മാത്രം അടിയന്തരാവസ്ഥ എന്ന് പറയാൻ പറ്റും. അല്ല, ഞാൻ രഞ്ജിനിയോട് ചോദിക്കട്ടെ, ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ട് എന്ന് ജയറാം രമേശ് പറയുന്നു. അത് തന്നെ ഏറ്റുപിടിച്ച് കേരളത്തിൽ MA ബേബിയും പറയുന്നു. ഞാൻ അവരുടെ പ്രസംഗം മുഴുവൻ വായിച്ചു നോക്കിയിട്ടും എന്തപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അനുഭവമാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രഞ്ജനിക്ക് കേരളത്തിലുണ്ടായിരിക്കും. കേരളത്തിൽ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പുറത്തുനിന്നുള്ള ഒരു വാക്കുകൊണ്ട് അവരെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിൽ കേരളത്തിൽ അടിയന്തരാവസ്ഥ ഉണ്ട്. അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ തന്നെയുണ്ട്. നമുക്കറിയാം, ആശാപ്രവർത്തകരുടെ വാ പൂട്ടുന്നതും അല്ലെങ്കിൽ ഈ കുടില് പൊളിച്ചു കളഞ്ഞത്, ഇപ്പോഴും ആദിവാസികൾ അവരുടെ ഭൂമിക്കായിട്ട് ഇപ്പോഴും അവര് സമരത്തിൽ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. അതായിരിക്കും MA ബേബി ഉദ്ദേശിച്ചിരുന്നത്. കറുത്ത മാസ്ക് ഇടാൻ പാടില്ല, മാസ്ക് ഇടാൻ പറ്റില്ല, ചുവപ്പ് വെള്ള നീല ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ടു. മാത്രല്ല, റോഡിലോട്ട് ഇറങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ റോഡിലോട്ടേ നിൽക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ കേരളത്തെ പറ്റി ഒരുപക്ഷെ പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടേതായ ചില നിലപാടുകളുണ്ട്, ചില പിടുത്തങ്ങളുണ്ട്. ഒരു പക്ഷേ മോദി സർക്കാർ കേന്ദ്രത്തിലോട്ട് നമ്മൾ കൂടുതൽ ഉത്തർപ്രദേശിലോട്ടൊക്കെ പോകുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു പക്ഷേ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടാത്തതായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൈകൾ അത് പെടുന്നത് കൊണ്ടായിരിക്കാം. മതപരമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അടിച്ചമർത്തൽ എന്നുള്ളത്. അവിടെ ഈ പറഞ്ഞ ഇവിടെ നമുക്കില്ലെങ്കിലും അവിടെ ഈ സവർണ അവർണ മേധാവിത്വം ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു മോദി സർക്കാരിൻ്റെ ഒരു പാളിച്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോദി സർക്കാരിന് അത് പണ്ടേയുള്ള കാര്യങ്ങളാണ്. നമ്മളൊക്കെ അറിയാമല്ലോ, ബൽച്ചിയിൽ ചുട്ടുകൊന്നു ഹരിജനങ്ങളെന്ന് അന്ന് വിളിച്ചിരുന്ന ദളിതരെ ചുട്ടുകൊന്നു. ഭഗത്പൂരിലെ കണ്ണുകൾ അവരുടെ ചൂടുന്നെടുത്തു ദളിതരായിപ്പോയതുകൊണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് 25% ആൾക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 5% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ സംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോദി ഗവൺമെൻറ്. നമ്മൾ അതല്ല പറയുന്നത്. ഈ മോദി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് പത്രങ്ങളിൽ എഡിറ്റോറിയൽ എഴുതുമ്പോൾ അതിന് സെൻസറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ സെൻസർ ചെയ്യാതെ ഒരു പത്രവും പുറത്തിറങ്ങുകയില്ല. അന്നത്തെ ദിവസത്തെ ദേശാഭിമാനി പത്രം ഞാൻ ഓർക്കുന്നു, അതിൻ്റെ 1-ാം പേജിലുള്ള വാർത്തകളൊന്നും ഗവൺമെൻറ് അപ്രൂവ് ചെയ്തില്ല. സിനിമയ്ക്ക് സെൻസറിങ് കൊടുക്കാത്ത പോലെ 1-ാം പേജിൽ ഒരു തോക്കിൻ്റെ പടം, ഇന്ദിരാഗാന്ധിയുടെ പോലും അല്ല, ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് അതിനകത്ത് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് അതിനകത്തൊരു തോക്ക് വെച്ചിരിക്കുന്ന ചിത്രമാണ് ദേശാഭിമാനി അന്ന് പ്രസിദ്ധം ചെയ്തത്. പക്ഷേ മാതൃഭൂമി പത്രം അന്നത്തെ ദിവസം മുതൽ ഈ അടിയന്തരാവസ്ഥയെ അങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കീഴിലുണ്ടാകുന്ന നേട്ടങ്ങൾ, ഈ കൂലി മസ്താൻ, ഹാജി മസ്താൻ തുടങ്ങിയ കള്ളക്കടത്തുകാരെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, 10 പരിപാടി നടപ്പാക്കുന്നു, ഇന്ത്യ അങ്ങ് പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പുകഴ്ത്തലായിരുന്നു. എന്നിട്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ച അന്ന് രാത്രിയിൽ അച്ചടിച്ച പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിൽ എന്ന് പറഞ്ഞ് നേരെ കോൺഗ്രസിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ജനതാ പാർട്ടിയായിട്ട് മാറി. സി നാരായണപിള്ളയായിരുന്നു അന്ന് തിരുവനന്തപുരം ലേഖകൻ. അദ്ദേഹം അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അന്ന് നടന്ന കാര്യങ്ങൾ ഏതാണ്ട് 3 മാസത്തിന് ശേഷം ആണ് എഴുതാൻ തുടങ്ങിയത്. 3 മാസത്തിന് ശേഷം അന്നുണ്ടായിട്ടുള്ള പീഡന പരമ്പരകൾ, അന്ന് ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ ലംഘനങ്ങൾ,
പത്രപ്രവർത്തകർ നേരിടേണ്ടി വന്നിട്ടുള്ളത്, RSS പ്രവർത്തകർ നേരിടേണ്ടി വന്നിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ദൈവാദിനം പോലെ സമരരംഗത്ത് ഇറങ്ങിയില്ല. EMS ഒരു നിലപാടെടുത്തു, ഞങ്ങളുടെ സഖാക്കളെയൊന്നും അങ്ങനെ തല്ലുകൊള്ളിക്കാനും ജയിലിലിടാനും പാടില്ല എന്ന് പറഞ്ഞു. അന്നോ ഈ അടിയന്തരാവസ്ഥക്കെതിരെ ജയിലിൽ പോയ 3 പേരുകളെ ഞാൻ ഓർക്കുന്നുള്ളൂ. ഒന്ന് നമ്മുടെ പിണറായി വിജയനാണ്. അദ്ദേഹം മർദ്ദനമേറ്റുകൊണ്ട് ചോരയൊലിപ്പിച്ച തലയുമായിട്ടാണ് ജയിലിലേക്ക് പോയത്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞ് AK ഗോപാലനാണ്. ഈ AK ഗോപാലൻ സമരരംഗത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടന്ന് അങ്ങനെ ജയിലിലേക്ക് പോയി. അദ്ദേഹം മരിച്ചതും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോയ സമയത്ത് പോലീസുകാർ വളഞ്ഞു, മെഗാഫോൺ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, അത് അലൗഡല്ല, അടിയന്തരാവസ്ഥയാണ്. എൻ്റെ നാട്ടുകാരോട് എനിക്ക് മെഗാഫോൺ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, നീ ആരടാന്ന് പറഞ്ഞ് മുന്നോട്ട് കുതിച്ചു പോലീസുകാർക്ക് നേരെ. ആ നിമിഷം അദ്ദേഹം നിലം പതിച്ചു. അപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ കിടക്കയിൽ നിന്ന് പിന്നെ അദ്ദേഹം ഒരിക്കലും എണീറ്റിട്ടില്ല. AKG അത് സഹിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് സഖാക്കൾ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് മാത്രമല്ല, EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ് ഞങ്ങൾ കേന്ദ്രം 4% ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ബോണസ്, അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. പക്ഷേ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം ഈ സമരത്തിനെതിരെ പോയിട്ട് മർദ്ദനങ്ങളൊന്നും ഏൽക്കണ്ട, പീഡനങ്ങൾ ഏൽക്കണ്ട തീരുമാനം എന്നാണ് പറഞ്ഞത്. പക്ഷേ RSS കേഡറുകൾ ലോക സംഘർഷ സമിതി എന്നുള്ള പേരിൽ ബാനറിൽ അവർ ഇതിനെതിരെ ഗാന്ധിയൻ മാർഗത്തിലൂടെ സമരം നടത്തി. നിരന്തരമായ സമരത്തിലൂടെ അവർ കൊടിയ പീഡനങ്ങൾ, പലരും മരിച്ചു. രാജൻ മാത്രമല്ല മരിച്ചത്, ഒരുപാട് RSSകാർ ബലിദാനികളായി മരിച്ചു. അങ്ങനെയാണ് ഈ സെൻസറിങ് ഉൾപ്പെടെ, നിർബന്ധിത വന്ധ്യംകരണം ഉൾപ്പെടെ, നമുക്ക് അഭിപ്രായം പറഞ്ഞാൽ പോലീസുകാരനെ എന്തും ചെയ്യാൻ പോലീസുകാരന് സ്വാതന്ത്ര്യം കൊടുത്തു. പോലീസ് ലൈസൻസിങ്, അങ്ങനെയാണ് രാജനൊക്കെ മരിക്കുന്നത്. ജയറാം പടിക്കലിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു പീഡനമുറി ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയൊക്കെ, ആഭ്യന്തരമന്ത്രിയുടെ പോലും അനുവാദമില്ലാതെ. എന്തിനു വേണ്ടിയായിരുന്നത്? ഈ പീഡനമേൽക്കുന്നവരുടെ ദീനരോദനങ്ങൾ കേട്ടാലേ അയാൾക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നു. അത്ര ഒരു സാഡിസ്റ്റായിരുന്നു അദ്ദേഹമായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി വാസ്തവത്തിൽ, ഡി ഫാക്റ്റോ. അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരനായിരുന്നു ഡി ഫാക്റ്റോ. അച്യുതമേനോൻ വെറും ഒരു പാവയായിരുന്നു. അങ്ങനെ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അംബിക സോണി, റുക്സാന സുൽത്താന ഒരു ഗ്യാങ്ങായിരുന്നു, ഒരു കോക്കസ്. അവർ തുർക്കുമാൻ ഗേറ്റിൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ, പാവപ്പെട്ട ദലിതരുടെ ഒക്കെ തന്നെ നിർബന്ധിതമായ വന്ധ്യംകരണം അവിടെ നടത്തി. നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് പോകുക. എന്നിട്ട് നമ്മുടെ ABC പരിപാടി പ്രകാരം നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി കാസ്ട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ, അതിവിടെ ശരിക്കും നടക്കുന്നില്ല. പക്ഷേ അവിടെ ശരിക്കും നടന്നു. അങ്ങനെയൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ക്യാറ്റിൽ ബെൽറ്റ് എന്ന് പറയുന്ന പശു ഹിന്ദി ഹൃദയ ഭൂമിയിൽ കോൺഗ്രസിനെതിരെ ആദ്യമായിട്ട് ജനരോഷം ഉയർന്നു വന്ന് അവർ നിരക്ഷരരായ ഗ്രാമീണർ ഉൾപ്പെടെ ഇന്ദിരാഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്ത്, അങ്ങനെ ഇന്ദിരാഗാന്ധിക്കും അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിക്കും വമ്പിച്ച പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവരെ തോൽപ്പിച്ചത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ഇപ്പോൾ ഇന്ത്യയിലുണ്ടോ? അപ്പം നിങ്ങൾ അടിയന്തരാവസ്ഥ എന്നുള്ളതിന് ഇപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ആ ഒരു ദുർഘടാവസ്ഥ കുറയ്ക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. അടിയന്തരാവസ്ഥ കേരളത്തിലുണ്ടെന്ന് ഞാൻ പറയുന്നു. വീണ ജോർജിന്റെ സ്ഥലം പത്തനാപുരത്ത് പത്തനാപുരം അല്ലേ, അത് പത്തനംതിട്ടയില് നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് കുറെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ. അവരുടെ പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്ത ആരോഗ്യമന്ത്രിയുടെ സ്ഥലമാണ്. അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവസ്ഥയാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 ബാത്റൂമാണ്, 120 പെൺകുട്ടികൾക്ക് 2 ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഒരുപാട് കാര്യങ്ങൾ പറയാം, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അവിടെ ഒരു ഭാഗം കിടക്കുന്നു. ഇപ്പുറത്തെ ആശാപ്രവർത്തകർ ഇവരെയൊക്കെ അടിച്ചമർത്തുന്ന തരത്തിലാണ് നമ്മുടെ കേരളത്തിലെ അടിയന്തരാവസ്ഥ കാലം ഇപ്പൊ നിലനിന്നു പോകുന്നു. പിണറായി സർക്കാർ എന്ന് താഴെ ഇറങ്ങുന്നു അന്ന് ഇതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് പോലും ചില സമയങ്ങളിൽ സ്വാതന്ത്ര്യമില്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഇതുകൊണ്ടാണ്. നമുക്കറിയാം മറുനാടനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടുപ്പ് പോലും ഇടാണ്ട് അടിച്ചുകൊണ്ട്. അപ്പൊ അതൊക്കെ ഒരു അടിച്ചമർത്ത കാലം. അപ്പൊ MABB ഉദ്ദേശിച്ചത് ചിലപ്പം നമ്മുടെ പിണറായി സർക്കാരിനെ ഉദ്ദേശിച്ച് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഉപസംഹരിക്കാം, അടിയന്തരാവസ്ഥ പോലൊരു അടിയന്തരാവസ്ഥ ഇപ്പോൾ നിലവിലില്ല ഇന്ത്യയിൽ മൊത്തത്തിൽ. പക്ഷേ കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ പീഡനം അനുഭവിച്ച പിണറായിയുടെ നേതൃത്വത്തിൽ മറ്റൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിൽക്കുന്നു എന്നുള്ളതിൽ നമുക്ക് രണ്ടിനും യോജിക്കാമെന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.